الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് 1,00,000-ൽ പരം സഹാബാക്കളെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞുകൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മഹനീയമായ ഒരു വചനം, അൽയൗമ അക്മൽതു ലക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ മതം പൂർത്തീകരിച്ചിട്ടുണ്ട്, ഇനി അതിലൊന്നും കൂട്ടിച്ചേർക്കാനോ കുറക്കാനോ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാർക്ക് കൊടുത്ത മറ്റൊരു ഉപദേശം ഫലിയുബല്ലിഗ് എന്നാണ്, എത്തിച്ചു കൊടുക്കണം. ഇവിടെ സാക്ഷിയായവർ, ഇവിടെ സാക്ഷിയല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട് കടല് കടന്ന് ഓരോ രാജ്യങ്ങളിലേക്കും പ്രവിശ്യകളിലേക്കും യാത്ര ചെയ്തവരാണ് സ്വഹാബത്ത്. ഇന്നും മക്കയിലും മദീനയിലും പോയാൽ വളരെ കുറഞ്ഞ എണ്ണം ഖബറുകൾ മാത്രമാണ് സ്വഹാബത്തിൻ്റെതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. പ്രവാചകൻ അഭിസംബോധന ചെയ്ത സ്വഹാബത്ത് 1,00,000-ൽ പരമുണ്ട്. ബാക്കിയുള്ളവർ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഉപദേശം നെഞ്ചിലേറ്റി ദഅവത്ത് എന്ന മഹാകർമ്മത്തിനു വേണ്ടി തന്റെ കുടുംബവും നാടുമൊക്കെ വിട്ട് യാത്ര ചെയ്തവർ. പ്രിയപ്പെട്ടവരെ, അന്നേ ദിവസം അല്ലാഹുവിന്റെ റസൂലിന് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത് ഇന്നേ ദിവസം നീ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി പുതുതായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഇനി ഒന്നും ഇതിൽ നിന്ന് വെട്ടിക്കുറക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ പഠിപ്പിച്ചു നൽകിയ കാര്യങ്ങളാണ് നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത്. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ പ്രിയപ്പെട്ടവരെ ഹദീസുകളിലൂടെ കാണാൻ കഴിയും നമുക്ക്. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹിന്റെ ഖുതുബയെ പറ്റി മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇദാ ഖതബ ഇഹ്മറത് ഐനാ, അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ ചുവക്കുമായിരുന്നു. വഅലാ സൗതുഹു, റസൂലുള്ളാഹിന്റെ ശബ്ദം ഉയരുമായിരുന്നു. വസ്തദ്ദ ഗളബുഹു ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷിൻ, ഒരു സൈന്യത്തിന്റെ സൈനാധിപൻ പറയുന്നത് പോലെ, ഒരു കമാൻഡർ ഓഫീസർ പറയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഉശിരോട് കൂടിയിട്ട് പറഞ്ഞ വാചകങ്ങൾ, ആ വാചകങ്ങളും ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതിങ്ങനെയാണ്: ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദിൻ വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു
ബിദ്അത്തിൻ ളലാല. റസൂലുള്ളാഹിന്റെ എല്ലാ ഖുതുബകളിലും കടന്നു വന്ന ഒരു വാചകമാണ് പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല സംസാരം അത് അല്ലാഹുവിന്റെ കിതാബിന്റെ, അള്ളാഹുവിന്റെ കലാമാണ് ഏറ്റവും നല്ല സംസാരം, ഏറ്റവും നല്ല ചര്യ അത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗമാണ്. വശറുൽ ഉമൂർ, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ മുഹദസാതുഹാ, പുതുതായി കെട്ടിച്ചവച്ചുണ്ടാക്കുന്ന കാര്യമാണ്. വകുല്ലു ബിദ്അത്തിൻ, എല്ലാ പുതിയ കാര്യങ്ങളും വലാലത്തുൻ, വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ അഭിസംബോധന ചെയ്യുന്ന സമൂഹത്തെ വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് റബീഉൽ അവ്വൽ ആ പറയപ്പെടുന്ന മാസത്തിലേക്ക് നാം കടന്ന ഒരു സാഹചര്യം കൂടിയാണ്. എല്ലാ മാസത്തിനും അതിൻ്റെതായിട്ടുള്ള പവിത്രത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ മാസത്തിലെ ആ മാസത്തിന്റെ പവിത്രത പഠിപ്പിച്ചു നൽകിയ, ആ മാസത്തിലെ എന്തൊക്കെ ഓരോ മാസത്തിലും എന്തൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു നൽകിയ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഘടകവിരുദ്ധമാകുന്ന ചില പ്രവർത്തനങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ, ചില പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ ബിദ്അത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുൻഗാമികളായ പണ്ഡിതന്മാര് എന്താണ് ബിദ്അത്ത് എന്ന് കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇമാം ശാതിബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ അൽ-ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തില് ബിദ്അത്ത് എന്നുള്ളതിന്റെ കൃത്യമായ നിർവചനം പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ഇബാറത്തുൻ അൻ തരീഖത്തിൻ ഫിദ്ദീൻ മുഖ്തറഅത്തുൻ തുലാഹി ശർഇയ്യത യുഖ്സദു ബിസ്സുലൂകി അലൈഹാ അൽ-മുബാലഗ ഫി തഅബ്ബുദി ലില്ലാഹി സുബ്ഹാന. എന്താ പ്രിയപ്പെട്ടവരെ അതിന്റെ അർത്ഥം? നമ്മൾ കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പൊരുത്തവും സാമീപ്യവും ആഗ്രഹിച്ച് അവന്റെ നിയമത്തെ അനുകരിച്ച് സമാനമായ വിശ്വാസങ്ങളോ കർമ്മങ്ങളോ വ്യക്തമായ പ്രമാണങ്ങളുടെ അഭാവത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പുതുതായി ഉണ്ടാക്കുന്നതിനെ ശർഇൽ ബിദ്അത്ത് എന്ന് പറയാം. അവർ ചിന്തിക്കുന്നത് എന്താ? യുഖ്സദു ബിസ്സുലൂകി അലൈഹി അൽ-മുബാലഗ, ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കണം, ഒന്നും കൂടി ഒന്ന് നന്നാക്കണം, ഒന്നും കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കണം എന്ന ചിന്തയിൽ മതത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അഭാവത്തിൽ കൊണ്ടുവരുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുക എന്ന് മഹാരഥന്മാരായ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത്തരം പ്രവർത്തനങ്ങളാണോ നമ്മുടെ നാടുകളിലും നാം വസിക്കുന്ന ഇടങ്ങളിലുമൊക്കെ നടക്കുന്നതെങ്കിൽ ഇതിനാണ് ബിദ്അത്ത് എന്ന് പറയുക എന്ന് ഉലമാക്കൾ പരിചയപ്പെടുത്തുകയാണ്. ഇതിന്റെ ഗൗരവം നമ്മൾ അറിയണം. നാളെ മരണപ്പെട്ട് ആ വിചാരണയുടെ നാളിൽ ഹൗദുൽ കൗസറിനെ കുറിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ വിശേഷണം ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്. മൻ മറ അലയ്യ ശരിബ വമൻ ശരിബ ലം യദ്മ അബദ. ആ ഹൗദുൽ കൗസറിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കുടിച്ചാൽ ലം യദ്മ അബദ, അവന് പിന്നീട് ദാഹിക്കുകയില്ല എന്ന പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വചനം പ്രിയപ്പെട്ടവരെ നിസാരമല്ല. ഹൗദുൽ കൗസർ മുക്കി കൊടുക്കുന്നത് ആരാ? ഒന്ന് കാണണമെന്നോ ഒന്ന് നാം ആഗ്രഹിക്കുന്ന പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഹൗദുൽ കൗസർ മുക്കി കൊടുക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗത്തെ ഇങ്ങനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി ഇതിന്റെ ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സ്വാഗതം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുകയാണ്, ഫുമ്മ യുഹാലു ബൈനി വബൈനഹും, എനിക്കും അവർക്കിടയിലും ഒരു മറ അവിടെ വന്നു വീഴുമെന്ന, എനിക്കും അവർക്കുമിടയിൽ ഒരു മറ വന്നു വീഴുമെന്ന. അപ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഫഅഖൂലു ഇന്നഹും മിന്നീ, അല്ലാഹുവേ അവരിൽ എന്നിൽപ്പെട്ടവരാണ്, അല്ലാഹുവേ അവരിൽ എന്നിൽപ്പെട്ടവരാണ്. അപ്പോൾ പറയപ്പെടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇന്നക ലാ തദ്രീ, നബിയേ താങ്കൾക്കറിയില്ല, മാ ഹദസു ബഅദക, താങ്കൾക്ക് ശേഷം പലതും അവർ കടത്തിക്കൂട്ടി മതത്തിന്റെ വിഷയത്തിൽ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്നറിയോ പ്രിയപ്പെട്ടവരെ? സുഹ്കൻ സുഹ്ഖാ, നിങ്ങൾക്ക് വിദൂരത്ത് പോകാം, ലിമൻ ഗയ്യറ ബഅദീ, എനിക്ക് ശേഷം മതത്തിൽ മാറ്റം വരുത്തിയവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വിദൂരത്ത് പോകാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ബിദ്അത്തുകളും എന്തിന്റെ പേരില? റസൂലുള്ളാഹിന്റെ സാമീപ്യം കിട്ടണം, റസൂലുള്ളാഹിനെ ഒന്നും കൂടെ സ്നേഹിക്കണം, റസൂലുള്ളാഹിനോടൊപ്പം സ്വർഗ്ഗത്തിൽ വസിക്കണം എന്ന ചിന്തയിലല്ലേ. എന്നാൽ അത്തരം ചിന്താഗതി വെച്ച് പുലർത്തുന്നവർക്കും അത്തരം പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നവർക്കുമുള്ള വല്ലാത്ത അപമാനകരമായ ഒരു അവസ്ഥ അല്ലാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അവരോട് വിദൂരത്ത് പോകൂ,
ഓടിപ്പോകൂ എന്ന് അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു തരുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തെന്താ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തെന്താ? വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل. ഇതാണ് നേരായ മാർഗം. ഈ ഒരു മാർഗത്തെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. വലാ തത്തബിഉസ് സുബൽ. ആ മാർഗങ്ങളെയൊക്കെ നിങ്ങൾ പിന്തുടർന്നാൽ, ഇതല്ലാത്ത മാർഗങ്ങളെ നിങ്ങൾ സ്വീകരിച്ചാൽ ഫതഫറഖ ബികും അൻ സബീലി, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ചിതറിച്ചു പോകും, ഇല്ലാതായി പോകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഇത് അല്ലാഹുവിന്റെ ഉപദേശമാണ്, സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വര വരക്കുന്നുണ്ട്. ഇതിനപ്പുറത്തൊക്കെ മറ്റു വരകൾ വരക്കുന്നുണ്ട്. റസൂലുള്ളാഹി കാണിച്ചു കൊടുക്കുക, ഇതാണ് നേരായ പാത, ഇതാണ് അല്ലാഹുവിന്റെ പാത. ഇതല്ലാത്ത മറ്റു പാതകളിൽ അവിടെ പിശാചിന്റെ സാന്നിധ്യമുണ്ട്. നിങ്ങൾ ഇതിനെയാണ് പിന്തുടരേണ്ടത്. അത് ഏതാ പാത പ്രിയപ്പെട്ടവരെ? അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഞാനും എന്റെ സഹാബത്തും എവിടെയാണോ ഒരുമിച്ച് കൂട്ടിയത്, അവരുടെ ജീവിതം എങ്ങനെയാണോ അതിനെ പിന്തുടരുന്ന ആ വ്യക്തിത്വങ്ങൾ. എന്താ പ്രിയപ്പെട്ടവരെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? എല്ലാ സുന്നത്തുകളും നിർവഹിക്കുന്നവർക്കാണോ അഹ്ലുസുന്ന എന്ന് പറയുന്ന? എല്ലാ സുന്നത്തുകളും ഒന്നുപോലും ഇടാതെ, ഒരു കാര്യം പോലും ഒഴിവാക്കാതെ നിർവഹിക്കുന്നവർക്കാണോ? അല്ല, ബിദ്അത്തിനെതിരെ മതത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവർക്കാണ്. അഹ്ലുസുന്നക്കാരെ താഴ്ന്നു പോകുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങളിൽ മുന്നേറിയവരാണ് ഖവാരിജി. നല്ലോണം പ്രവർത്തിച്ചിരുന്നു. ഹദീസുകളിൽ കാണാൻ കഴിയും അവരുടെ വിശേഷണങ്ങൾ ഹദീസുകളിലൂടെ കാണാൻ കഴിയും. അവരുടെ നമസ്കാരം കണ്ടാൽ, അവരുടെ ഇബാദത്തുകൾ കണ്ടാൽ അത്രയും സൂക്ഷ്മതയോടെ വഖാറോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ ചെയ്തിരുന്നവരാ ഖവാരിജികൾ. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ എന്താ? അവര് പലതും ഇല്ലാത്തൊക്കെ ചെയ്തു, ഉള്ളതേ ചെയ്യുള്ളൂ. ബിദ്അത്തിന്റെ നേർവിപരീതമാണ് സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത കാര്യങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ, അതാണ് സുന്നത്ത് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അതാണ് ഇത്തരം ആയത്തുകളൊക്കെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ടോ? നമുക്കത് ജീവിതത്തിൽ ഒരു മടിയും കൂടാതെ, ഒരു അലസതയും കൂടാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയും. എന്താ വലാ തത്തബിഉ സുബൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഉലമാക്കൾ പരിചയപ്പെടുത്തി. മുജാഹിദ് റഹിമഹുള്ളാഹി പോലെയുള്ളവർ എന്തായിരുന്നു? പുത്തനായി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ശുബഹാത്തുകളും ദേഹേച്ഛകളുമാണ്. പുത്തനാചാരങ്ങളും ദേഹേച്ഛകളുമാണ് ഈ ആയത്തിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ പലപ്പോഴും റസൂലുള്ളാഹിന്റെ സാമീപ്യം കിട്ടാനും ദീനിനോട് കൂടുതൽ അടുക്കാനും വേണ്ടി മതത്തിലില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ അവസ്ഥയെ പറ്റി റസൂലുള്ളാഹി തന്നെ പരിചയപ്പെടുത്തുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ് പരിചയപ്പെടുത്തുന്നത്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന. ഉമ്മത്ത് എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബാ, ധിക്കരിച്ചവരൊഴികെ, വിസമ്മതിച്ചവരൊഴികെ. റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, വമൻ യഅബാ, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് വിസമ്മതിച്ചത്, ആരാണ് ധിക്കരിച്ചത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുന്നുണ്ട്, ആർക്കാണ് ആ സ്വർഗ്ഗമെന്നറിയോ? മൻ അത്വാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിക്കുന്നവർക്കാണ് 23 വർഷക്കാലം അതേ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്നതുമായ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങളെ യഥാവിധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നവർക്കാണ് സ്വർഗ്ഗം. റസൂലുള്ളാഹി അവിടെ നിർത്തിയില്ല. വമൻ അസാനി, ആരാണ് എന്നെ ധിക്കരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എങ്കിലും നല്ലതാണല്ലോ, ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് പല കാര്യങ്ങളും കടത്തിക്കൂട്ടുന്നവരുണ്ടല്ലോ, എന്നെ ധിക്കരിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ, അവരാണ് എന്നെ വിസമ്മതിച്ചത്, അവരാണ് എന്നെ ധിക്കരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതാ പ്രിയപ്പെട്ടവരെ. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ അടിമുടി വ്യത്യാസമില്ലാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ നോക്കിയേ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ആദി ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും റസൂലുള്ളാഹിയോട് പഠിപ്പുള്ള വ്യക്തിത്വം അല്ലേ ഉമ്മ ആയിഷ ബീവി പരിചയപ്പെടുത്തുക. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, ഒരു വ്യക്തി ഒരു പ്രവർത്തനം പ്രവർത്തിക്കാണ്, ലൈസ അലൈഹി അംറുനാ, ആ പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നമ്മുടെ കൽപ്പനയില്ല. നമ്മുടെ കൽപ്പനയില്ല എന്നുള്ളതിന്റെ വിവക്ഷ എന്താ? ശറഇൽ അത് മതനിയമമല്ല. അല്ലാഹു വ ഖാല അല്ലാഹു വ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യണം? അത് തള്ളപ്പെടേണ്ടതാണ്.
അത് തള്ളേണ്ടതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുക. മൻ അമില അമലൻ എന്നവർ ഏതെങ്കിലും ഒരു പ്രവർത്തനം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ചെയ്യുക, അതിന് അല്ലാഹുവിന്റെയോ അല്ലാഹുവിന്റെ റസൂലിന്റെയോ കൽപ്പനയില്ലേ, അത് എത്ര നല്ലതാണെങ്കിലും അത് എത്ര പളുങ്ക് പത്രത്തിന് മുക്കിവെച്ചതാണെങ്കിലും തള്ളണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചന ഇതാണ് നമ്മൾ നെഞ്ചിലേറ്റേണ്ടത് പ്രിയപ്പെട്ടവരെ. മറ്റൊരു വചനം എന്താ? മൻ ഹദസ ഫീ അംരിനാ, ആരെങ്കിലും മൻ ഹദസ പുതുതായി ഒരു കാര്യം കൊണ്ടുവരികയാണ്, പുതുതായി ഒരു കാര്യം കൊണ്ടുവരിക, ഫീ അംരിനാ നമ്മുടെ മതത്തിൽ കൊണ്ടുവരിക, ഹാദാ മാ ലൈസ മിൻഹു ഫഉറദ്, അതിന് മതത്തിന്റെ പിറകിൽ ഒരു അവകാശമില്ല, മതത്തിൽ അതിന് അടിസ്ഥാനമില്ല, തള്ളണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിചയപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കി, തൗബ പോലും സ്വീകരിക്കൂല, ബിദ്അത്ത് ചെയ്യുന്നവരുടെ തൗബ പോലും സ്വീകരിക്കില്ല. അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ല മറ്റ് വ്യഭിചാരത്തിന്റെ വിഷയത്തിൽ പറഞ്ഞോ? കള്ളുപിടിക്കുന്ന വിഷയത്തിൽ പറഞ്ഞോ? ശിർക്ക് ചെയ്യുന്ന വിഷയത്തിലടക്കം മരിക്കുന്നതിന് മുന്നേ തൗബ ചെയ്താൽ സ്വീകരിക്കുന്നവർ. ഇവിടെ ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ ഹജബ തൗബ, അല്ലാഹു തൗബ തടഞ്ഞു വെക്കുന്നതാണ്, അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ, എല്ലാ ബിദ്അത്തുകാരിൽ നിന്നും, ഹത്താ യദഅ ബിദ്അത്തഹു, അവനവന്റെ ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് വരെ, ആ ബിദ്അത്ത് ഉപേക്ഷിക്കുന്നത് വരെ, ഒഴിവാക്കുന്നത് വരെ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കൂല, അല്ലാഹുവിന്റെ തൗബ സ്വീകരിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ തൗബ പോലും സ്വീകരിക്കൂല. അതുകൊണ്ടാണ് മുൻഗാമികളായ പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തിയത് വൻപാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് ബിദ്അത്ത് ചെയ്യുക എന്നുള്ളത്. അത് നിസാരല്ല. കാരണം ഒരു പാപം ചെയ്താൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് തോന്നും? പക്ഷേ ചെയ്തു പോയത് വേണ്ടായിരുന്നു അല്ലെ? അവന്റെ മനസ്സിനെ ചൊറിച്ചിലുണ്ടാക്കും, ഒരു എട്ടങ്ങേറുണ്ടാക്കും, ഒരു നെടുമ്, ഒരു ഖേദുണ്ടാക്കും. ബിദ്അത്ത് ചെയ്യുന്നവൻ അത് ഉണ്ടാവോ? ഉണ്ടാവൂല. അവന്റെ ചിന്ത എന്താ? അവന്റെ ആഗ്രഹം എന്താ? അവന്റെ പ്രതീക്ഷ എന്താ? ഞാനിത് ചെയ്യുന്നതിലൂടെ എനിക്ക് സ്വർഗത്തിന്റെ ദറജകൾ വർദ്ധിക്കുകയല്ലേ, റസൂലുള്ളാഹിയോടൊപ്പമുള്ള സാമീപ്യം വർദ്ധിക്കുകയല്ലേ? ഇതല്ല അവന്റെ ചിന്ത. അവൻ തൗബ ചെയ്യോ? അതുകൊണ്ടാണ് മുൻഗാമികളായ ഉലമാക്കൾ പറഞ്ഞത് മറ്റുള്ള വലിയ പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് ബിദ്അത്ത് ചെയ്യുക എന്നുള്ളത്. അവൻ തൗബ ചെയ്യൂല ബിദ്അത്ത് ചെയ്താൽ. മറ്റു പാപങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ അവൻ തൗബ ചെയ്തേക്കാം, ഒരുപക്ഷെ അവൻ പശ്ചാത്തപിച്ച് മടങ്ങിയേക്കാം. ഈ ഒരു ഗൗരവങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇതൊക്കെ നിസാരമായി കാണേണ്ട, അതല്ലെങ്കിൽ ഗൗരവപൂർവ്വമല്ലാതെ കാണേണ്ട കാര്യങ്ങളല്ല. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. എങ്ങനെയാണ് ബിദ്അത്ത് ഒരു വിഷയത്തിൽ കടന്നു വരിക എന്ന് നമ്മൾ മനസ്സിലാക്കണം. 4 കാര്യങ്ങളെയാണ് ഉലമാക്കൾ എണ്ണിയത്. ഒന്ന്, ദീനിലില്ലാത്തൊരു കാര്യം പുതുതായി ഉണ്ടാക്കുക. ദീനിലെ ശറഇലെ ഒരു വിഷയമേ ഇല്ല, അത് പുതുതായി ഉണ്ടാക്കുക, അത് ബിദ്അത്താണ്. ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് 2 ആഘോഷങ്ങൾ ഉണ്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നു അല്ലേ? ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ. ഇത് ആഘോഷിക്കുന്നതിൽ പുണ്യമുണ്ട്, നമുക്ക് കൂലിയുണ്ട്. എന്നാലും മറ്റൊരു ആഘോഷത്തെ കൊണ്ടുവരിക, പ്രവാചക ജന്മദിനം എന്ന് പറഞ്ഞ് മറ്റൊരു ആഘോഷത്തെ കൊണ്ടുവരിക, അതിൽ പുണ്യം പ്രതീക്ഷിക്കുകയാണ്, പുണ്യം കൽപ്പിക്കുകയാണ്, അതിനോടനുബന്ധിച്ച് മറ്റു കുറേ കാര്യങ്ങളും ഇത് മതത്തിൽ പുതുതായി കൊണ്ടുവരിക. ഇതെന്താണ്? ബിദ്അത്താണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂലോ പരിചയപ്പെടുത്താത്തൊരു കാര്യം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് എത്രത്തോളം അറിയോ? ലൈലത്തുൽ ഖദറിനേക്കാൾ ഫളലുണ്ട്, ശ്രേഷ്ഠത ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എത്ര ഗൗരവ! ആ ലൈലത്തുൽ ഖദറിന് ഫളലുണ്ട്, 1000 മാസത്തേക്കാൾ പവിത്രതയുണ്ട് എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാ. ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പവിത്രമുണ്ടെന്ന് ഖുർആൻ പറയാം. നിബിദിനത്തിൽ അതിനേക്കാളും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് തെളിവ് അവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, അതാണ് മതത്തിൽ ഒരു അടിസ്ഥാനവുമില്ലാതെ പുതുതായി ഒരു കാര്യം കൊണ്ടുവരിക. ഈ രണ്ടാമത്തത് എന്താ? നിലവിലുള്ള ഒരു ആരാധന കർമ്മത്തിൽ എന്തെങ്കിലും ഒന്ന് അധികരിപ്പിക്കുക, അതല്ല എങ്കിൽ കുറക്കുക. അതും ബിദ്അത്താണ്. നിലവിലുള്ള ഒരു ആരാധന കർമ്മത്തിൽ എന്തെങ്കിലും അധികരിപ്പിക്കാം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫജറിന്റെ സമയം എത്ര മനോഹരമായ സമയമാണ്. ഒരു വ്യക്തിക്ക് ഏറ്റവും ഉന്മേഷം ഉണ്ടാകുന്ന സമയമാണ് ഫജറിന്റെ സമയം എന്നുള്ളത്. 2 പകരം 4 നിസ്കരിച്ചൂടെ? നല്ലതല്ലേ? കൂലി കിട്ടുന്നതല്ലേ എന്ന് ചിന്തിച്ചാൽ അതിന് എന്ത് അർത്ഥമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? അതിന് എന്ത് അടിസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? നോക്കിയേ നിങ്ങൾ, മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് ഒരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തി യുസല്ലി ബഅദ തുലൂഇൽ ഫജ്ർ, സൂര്യോദയത്തിന് ശേഷം അല്ലേ, പ്രഭാതോദയത്തിന് ശേഷം അദ്ദേഹം സുജൂദും റുകൂഉമെല്ലാം ദീർഘിപ്പിച്ചുകൊണ്ട് 2 റക്അത്തിൽ അധികമായി നമസ്കരിക്കുന്നത് ഇങ്ങനെ കാണാൻ. അക്സറ മിൻ റക്അതൈൻ യുക്സിറു ഫീഹ റുകൂഅ വസ്സുജൂദ. സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് ഫനഹാഉന അദ്ദേഹത്തെ തടഞ്ഞ സമയത്ത് നിസ്കരിക്കുന്ന വ്യക്തി ചോദിച്ചു, യാ അബാ മുഹമ്മദ് യുഅദ്ദിബുനി അല്ലാഹ്, ഏ മുഹമ്മദേ
അല്ല എങ്കിലേ അബൂ മുഹമ്മദേ, ഞാൻ ഈ നമസ്കാരം കൂടുതൽ നമസ്കരിച്ചത് കാരണത്താൽ എന്റെ റബ്ബ് ശിക്ഷിക്കുമോ? ചെയ്തതെന്താ? നിസ്കാരാണ്. അതെപ്പോഴാ? തുലുൽ ഫജ്റിലാണ്. അധികരിപ്പിച്ചതെന്താ? റുകൂഉം സുജൂദാണ്. ഇത് ഞാൻ ചെയ്തതിന്റെ പേര് അല്ലാഹ് ശിക്ഷിക്കുമോ എന്ന ഈ വ്യക്തിയുടെ ചോദ്യം. അപ്പോ സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയില്ല, ശിക്ഷിക്കൊന്നുമില്ല. എന്നാലേ അദ്ദേഹം പറയാണ്, നിന്നെ ശിക്ഷിക്കും. എന്തിന്റെ പേര്? സുന്നത്തിനെതിരായി നീ പ്രവർത്തിച്ചതിന്റെ പേര്. നിസ്കരിച്ചതിനല്ല, സുന്നത്തിനെതിരായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായി നീ പ്രവർത്തിച്ചതിന്റെ പേര്. ഒന്ന് ആലോചിക്കും, നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടല്ലേ. ഈ നല്ലത് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കാ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിനല്ലേ, അള്ളാന്റെ റസൂലിനല്ലേ. അവർക്ക് നല്ലതല്ലാത്തൊരു കാര്യം നമുക്ക് എങ്ങനെ നല്ലതാകുന്നു? അവർക്ക് നല്ലതല്ലാത്തൊരു കാര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് എങ്ങനെയാണ് നല്ലതാവുക? അതിൽ യാതൊരുവിധ അടിസ്ഥാനവും ആശയവുമില്ല എന്നുള്ളത് നമുക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുകയാണ്. മറ്റൊന്നെന്താ? പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപങ്ങൾ ആരാധനകൾക്ക് നിശ്ചയിക്കുക. നിലവിലുള്ള ആരാധനകളാകും, ശരിയായ രൂപത്തിൽ വന്നതാകും, എന്നാൽ അതിന് പ്രത്യേകമായിട്ടുള്ള രൂപം, പ്രത്യേകമായിട്ടുള്ള ഷെക്കിലുകളൊക്കെ വെക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് കൂട്ടമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ്. എന്നാലേ എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും കൂട്ടുപ്രാർത്ഥന അത് അനിവാര്യമാണ്. കൂട്ടുപ്രാർത്ഥന ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാ ഒരുമിച്ച് പ്രാർത്ഥിച്ചൂടെ? പ്രശ്നമൊന്നുമില്ല. പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ്. പക്ഷെ നമസ്കാരത്തിന് ശേഷം ചെയ്യണമെങ്കിൽ റസൂൽ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമോട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ക്രമവും അതിനുശേഷമുള്ള പ്രാർത്ഥനകളും റസൂൽ നമസ്കാര ശേഷം എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ പഠിപ്പിച്ചിരിക്കും. അവിടെ എന്തായിട്ടില്ല? കൂട്ടപ്രാർത്ഥന പഠിപ്പിച്ചിരിക്കില്ല. റസൂലും സഹാബത്തിനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരാൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു കൂട്ടർ ആമീൻ പറയുന്നു. ആ ഒരു ശരിയായ രൂപം, ആ ഒരു രൂപം എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നല്ലതല്ലേ, പ്രാർത്ഥനയല്ലേ എന്നൊക്കെ പറയാം. പക്ഷെ അത് ദീന കൂട്ടിക്കലർത്താൻ പറ്റില്ല. റസൂൽ പരിചയപ്പെടുത്തിയോ എങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ദിക്ർ ചെല്ലാം അല്ലേ? ദിക്റിന്റെ പ്രതിഫലം എത്ര പ്രിയപ്പെട്ടവരെ? ദിക്റിന്റെ പവിത്രത എത്ര പ്രിയപ്പെട്ടവരെ? നമുക്ക് പറഞ്ഞാൽ തീരൂല ദിക്റിന്റെ ഫളലുകൾ അത്രയുണ്ട്. ആ ദിക്ർ മയ്യത്ത് കൊണ്ടുപോവുക ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സഹാബത്തിന്റെ ഖബറ് മറമാടാനും ജനാസയ്ക്ക് അതും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. റസൂൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് പറയും, എന്ത് ചെയ്യണം, എങ്ങനെ കടത്തണം, ഖബറിന്റെ അടുത്ത് എന്തൊക്കെ ചെയ്യണം ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അവിടെ ഈ ദിക്ർ ചൊല്ലണമെന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദിക്റിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഒരു ആരാധന ക്രമത്തിന് പ്രവാചകൻ പഠിപ്പിക്കാത്ത സമയമോ സ്ഥലമോ നിർണ്ണയിക്കാത്ത ബിദ്അത്താണ് എന്നുള്ളതും കൂടി നമ്മളെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ഒരു സമയം, അതുപോലെ എന്താ പറയാ, പ്രത്യേക സമയമോ സ്ഥലമോ നിശ്ചയിക്കുക. പ്രത്യേക സമയമോ സ്ഥലമോ നിശ്ചയിക്കുക. ഇപ്പൊ ശഅബാൻ 15 നോമ്പ് നല്ലതാണ്, ഒരുപാട് പ്രതിഫലം നോമ്പ് എടുക്കുന്നതിന്. ശഅബാൻ 15 നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഹദീസിൽ കാണാൻ കഴിയില്ല. അത് നമ്മൾ നിർവഹിക്കുന്നതിലൂടെ ആ നോമ്പെടുത്തിന്റെ പ്രതിഫലം എല്ലാം നമുക്ക് കിട്ടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊരു കാര്യം മതത്തിന്റെ പേരിൽ പ്രതിഫലം കിട്ടുമെന്ന പേരിൽ ചെയ്യുമ്പോൾ അതിന്റെ ശിക്ഷയാണ് നമുക്ക് കിട്ടുക. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റമദാനിന്റെ അവസാന പത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാനാണ് പറഞ്ഞത്. ഇഅ്തികാഫ് ഇരിക്കേണ്ടത് എവിടെ? ഫീ ബൈത്തില്ല, അല്ലാഹുവിന്റെ ഭവനത്തില. അത് മറ്റൊരു സ്ഥലം നിശ്ചയിച്ചുകൊണ്ട് ഏതെങ്കിലും പറയുമ്പോ ഏതെങ്കിലും ഗ്രൗണ്ട് നിശ്ചയിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴോ, ഇഅ്തികാഫ് എന്ന പേരിട്ടിട്ട് അതിന്റെ പ്രതിഫലം കാംക്ഷിച്ചിരിക്കുമ്പോഴോ അത് ബിദ്അത്തായി. മതത്തിൽ പുതുതായി കൊണ്ടുവന്നതായി. എന്താ അവിടെ മരുഭൂമി ഇല്ലായിട്ടായിരുന്നു? അവിടെ മണലാരണ്യങ്ങളുടെ വലിയ വലിയ താഴ്വാരകൾ ഇല്ലായിട്ടായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിനും സഹാബത്തിനും ഈ 4 കാര്യങ്ങൾ ബിദ്അത്തിന്റെ വിഷയത്തിൽ ഏറെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പരിചയപ്പെടുത്തിയത് ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബി. സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം പോലും പ്രവാചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് റസൂലുള്ളാഹി വഫാത്തായി പോയിട്ടില്ല. വലൈസ ശൈഉൻ യുഖർരിബുകും ഇലന്നാർ ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. നരകത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ഒരു കാര്യവും പ്രിയപ്പെട്ടവരെ അതിനെ തൊട്ട് നിങ്ങളെ വിലക്കിയിട്ടല്ലാതെ, അതിന്റെ ഗൗരവം പരിചയപ്പെടുത്തിയിട്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ടില്ല. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളാ, സ്വഹാബത്ത് പരിചയപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാചകം അല്ലേ, എടുത്തു പറയുന്നുണ്ട്, ആരെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ ഒരു ബിദ്അത്ത്, ഒരു പുതുതായിട്ട് ഒരു കാര്യം കൊണ്ടുവരിക, നല്ലതാണ്. നോക്കുമ്പോഴൊക്കെ ബാഹ്യമായി നോക്കുമ്പോഴൊക്കെ ഭയങ്കര ഉഷാറാ, നല്ല ഭക്ഷണം വെച്ച് കൊടുക്കുന്നു, എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ,
അവർ വാദിക്കുന്നത് എന്തെന്നറിയോ? അന്ന മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, റസൂലുള്ളാഹിന്റെ പ്രബോധന ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? 23 വർഷക്കാലം എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഓരോ വീടുകളിലും കയറി അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുത്ത, തീക്ഷണമായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്ന, ശഅബി താലിബ് താഴ്വാരയിൽ പട്ടിണി കിടക്കേണ്ടി വന്ന റസൂലുള്ളാഹ് ഒട്ടകത്തിന്റെ ചീന കുടൽമാരുടെ റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? കാർക്കിച്ചു കുത്തലുകൾ ഉണ്ടായില്ലേ? കദ്ദാബെന്ന് വിളിച്ച് കളിയാക്കലുകളും പരിഹാസങ്ങളും ഉണ്ടായില്ലേ? ആർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ത്യാഗങ്ങൾ സഹിച്ചത്? റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് ദീനെത്തിച്ചു കൊടുക്കണം, റസൂലുള്ളാഹിന്റെ സമുദായത്തിന് യഥാർത്ഥ സത്യത്തിന്റെ സൽപാത അറിയിച്ചു കൊടുക്കണം എന്ന ചിന്തയായിരുന്നു റസൂലുള്ളാഹിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് റസൂലുള്ളാഹിന്റെ ദൗത്യത്തില് പ്രബോധന ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് അങ്ങനെ ഒന്ന് പറയാൻ പോയിട്ട് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയോ? റസൂലുള്ളാഹിനെ കുറിച്ച് അത്രയും ഗൗരവ, നല്ലതാണ്, കുഴപ്പമില്ലല്ലോ, ഭക്ഷണല്ലേ എന്ന് പറഞ്ഞു പലതും കാട്ടിക്കൂട്ടുന്നതിന്റെ ഗൗരവമാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹു എന്ത് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ, സലഫുസ് സാലിഹീങ്ങളുടെ, തബഉ താബിഈങ്ങളുടെ ചിന്തയില്ലാത്തൊരു കാര്യം നമുക്ക് വേണ്ട എന്ന് പറയാൻ ഉറക്കെ ഉയരെ പ്രഖ്യാപിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീൻ യഥാവിധി പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി വസദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഉസീകും ബിയാ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തം മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിദ്അത്ത് ചെയ്യുന്നവർ നിരന്തരമായി പറയുന്ന ചില വാചകങ്ങൾ ബിദ്അത്തുൻ ഹസന, ബിദ്അത്താണെങ്കിലും നല്ലതാണ്, അത് ചെയ്യാമെന്നുള്ളതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നത് എന്താ? കുല്ലു ബിദ്അത്തിൻ വലാലാണ്, എല്ലാ ബിദ്അത്തും വലാലത്താണ്, എല്ലാ വലാലത്തും നരകത്തിലേക്കാണ്. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേർതിരിച്ച് പറഞ്ഞു തന്നില്ല. ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ വേർതിരിച്ച് പറഞ്ഞില്ല. അതിന് പകരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ സുന്നത്തിനെ, എന്റെ ചര്യയെ മുറുകെ പിടിക്കണം. വസുന്നത്തി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദി, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും മുറുകെ തമസ്സകൂ ബിഹാ, നിങ്ങൾ മുറുകെ പിടിച്ചോളി. വഅല്ലു അലൈഹാ ബിൻ നവാജിബ്, നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചോളി. വഇയ്യാകും വമുഹദസാത്തിൽ ഉമൂർ, മതത്തിൽ പുതുതായി കൊണ്ടുവരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്ന കുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ ബിദ്അത്തുകളും അത് എല്ലാ പുതുതായി ഉണ്ടാകുന്നതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തുകളും നരകത്തിലേക്കാണ്, വലാലത്താണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതെങ്കിൽ ആ ഗൗരവം നമ്മൾ അറിയണം. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ ബിദ്അത്തിനെ കുറിച്ച് ഇത്രയും ഗൗരവപൂർവ്വം പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ ഒരു ബിദ്അത്ത് നടപ്പിലാകും അറിയാതെയാണ് ചെയ്യുന്നത്, കൂലി കിട്ടണമെന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. സ്നേഹോപദേശങ്ങളിലൂടെ തിരുത്താൻ നമുക്ക് കഴിയണം, സ്നേഹോപദേശങ്ങളിലൂടെ തിരുത്താൻ നമുക്ക് കഴിയണം. ഇത് നമ്മൾ അറിഞ്ഞ ഞാൻ എൻ്റെ കുട്ടികളും തട്ടാനും നമ്മളൊരു പഴഞ്ചൊല്ല് പറയുന്നുണ്ടോ? ഞാൻ എൻ്റെ കുട്ടികളായി ഇതൊന്നും കൂടൂല എന്നല്ല, എൻ്റെ അയൽവാസികൾ, എൻ്റെ നാട്ടുകാർ, അവർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹിന്റെ സ്നേഹം കിട്ടണമെന്ന പേരിൽ ചെയ്യുന്നത് നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യമാണ് നിഷേധിക്കുക എന്ന് ആത്മാർത്ഥമായി സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. നമ്മുടെ ബാധ്യതയാണ്, ഔദാര്യമല്ല, ബാധ്യതയാണത്. അത്തരം വീഡിയോകളോ അത്തരം പോസ്റ്ററുകളോ അത്തരം ലഘുലേഖകളോ നമ്മുടെ കരങ്ങളിലേക്ക് വരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ. എന്തിനാ സ്വർഗത്തിലേക്ക് എത്താൻ? എന്തിനാ എന്റെ വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ വിടുമ്പോൾ എന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് ഞാനൊരു പാത്രം കൊടുക്കലുണ്ട്? എന്തിനാ? നമുക്ക് സ്നേഹം ഉണ്ടായതുകൊണ്ടാണ്. അവനെ നമ്മുടെ കല്യാണത്തിന് വിളിക്കലുണ്ട്. എന്തിനാ? സ്നേഹം ഉണ്ടായതുകൊണ്ടാണ്. അവനോടൊപ്പമുള്ള സന്തോഷങ്ങൾ, നമ്മുടെ സന്തോഷങ്ങളിൽ അവരെ പങ്കുചേർക്കലുണ്ട്. എന്തിനാ? സ്നേഹം ഉണ്ടായതുകൊണ്ടാണ്. ആ സഹോദരന്മാർ, ആ അയൽവാസികൾ നാളെ നമ്മോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാകണം. നാളെ നമ്മോടൊപ്പം ആ സച്ചിതരായ
പരിശുദ്ധമായ ആ പാത പിൻപറ്റുന്നവർ കൂട്ടത്തിൽ ഉണ്ടാകണമെന്ന ചിന്തയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി കഴിയണമെന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീൻ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശിഫ നൽകണേ അല്ലാ. സാമ്പത്തിക പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ റബ്ബേ വിശാലത നൽകി അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമേകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ച് നൽകിയ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ദുആത്തുകൾ പലരും മരണപ്പെട്ടു പോയി. കബറുടെ വിശാലമാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ, മാറ്റിയാൽ മാറാത്ത രോഗങ്ങൾ, പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീൻ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوة ويا قاضي الحاجات. اللهم أعتقنا من النار، اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.